എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് ടാസ്ക് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അങ്ങനെ രണ്ടാം ദിവസമാണ് ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ദിവസം. ടാസ്ക് നല്ല രീതിയിൽ കുളമാക്കിയിട്ടുണ്ട്. കുളമാക്കിയത് ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് കുളമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ മെയിൻ പങ്ക് വഹിച്ച വ്യക്തി അനുമോളാണ്. അനുമോൾ മാത്രമല്ല, ഒണിയൽ, അഭിലാഷ്, അതുപോലെ നിവിൻ എല്ലാവരും ടാസ്ക് കുളമാക്കിയിട്ടുണ്ട്. ഇവർക്ക് എന്ത് ടാസ്ക് കൊടുത്താലും മര്യാദയ്ക്ക് കളിക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരുടെ മനസ്സിലുള്ള ഗെയിം എന്ന് പറയുന്നത് ഈ പ്രേക്ഷകരെന്ന് പറയുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ അടിയും ബഹളവും ഈ ടാസ്കൊക്കെ കുളമാക്കുമ്പോൾ വലിയ മാസാണ് എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചാണ് ഇവർ കളിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 50 ദിവസത്തിൽ കൂടുതലായി. അപ്പോൾ ഇതുവരെയുള്ള ഒരു ടാസ്ക് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ മുൻപുള്ള സീസണേക്കാളും ഇത്തവണത്തെ ടാസ്കുകളെല്ലാം നല്ല കിടിലൻ ടാസ്കുകളൊക്കെ തന്നെയാണ്. പക്ഷേ ടാസ്കുകളെല്ലാം കുളമാക്കുന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. എന്ത് ടാസ്ക് എടുത്താലും അവരുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് കുളമാക്കുമ്പം കൂടുതൽ ജനശ്രദ്ധ കിട്ടുമെന്നോ വലിയ മാസ്സാകുമോ എന്നോ അങ്ങനെ എന്തോ ഒരു ചിന്ത അവർക്കുണ്ട്. മാത്രമല്ല, ഒരു പേഴ്സണൽ ഗ്രഡ്ജ്, ഈഗോ, ഈ സംഭവം വച്ചാണ് അവരവിടെ കളിക്കുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടാസ്കിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഡൗട്ടുണ്ട്. ഈ ടാസ്കുകളൊക്കെ ഇനി എന്ത് ചെയ്യും, ഇവർക്ക് എങ്ങനെ ഈ ഇത്രയും മനോഹരമായ ടാസ്കുകൾ ഇനി കൊടുക്കും ഇങ്ങനെ പോയാൽ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഇന്നലെ തന്നെ ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ 2 ഓണർമാരാണ് ഉള്ളത്. അതായത് അനീഷ് ലെമൺ ജ്യൂസിൻ്റെ ഓണറും അതുപോലെ നെവിൻ ഓറഞ്ച് ജ്യൂസിൻ്റെ ഓണറുമാണ്. ഇതിൽ അനീഷിൻ്റെ ഭാഗം അനീഷ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസിൻ്റെ ഓണറായ നെവിൻ അവിടെ കിടന്ന് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ജ്യൂസ് കലക്കിയ ജ്യൂസ് എടുത്ത് കുടിക്കുന്നു. നെവിന് ഈ ടാസ്ക് കളിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അവന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണ് അയാൾ അവിടെ കളിക്കുന്നത്. ഇന്നലെ തന്നെ പിന്നെ ക്വാളിറ്റി കൺട്രോളായി തിരഞ്ഞെടുത്ത ജിഷിനും അനുമോളും 2 പേർക്കും കട്ട ഈഗോയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ വന്നു. അവസാനം എന്തായി? ടാസ്ക് റെഡാക്കി. അതുപോലെ തന്നെ ഇന്നലെ അനീഷ് നടത്തിയ പ്രകടനം, അതായത് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത്, അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ക്ഷമിക്കുന്നതിൻ്റെ അങ്ങേ അറ്റം ക്ഷമിച്ചതിന് ശേഷമാണ് അനീഷ് അവിടെ താണ്ഡവം കൊണ്ട് ആടിയത്. കാരണം അവിടെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം വലിച്ചെറിഞ്ഞു. മാത്രമല്ല, ഈ ടീമുകൾക്ക് അനീഷിൻ്റെ ടീം ജയിക്കരുത് എന്നൊരു അജണ്ടയുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ആദിലയും നൂറയും എല്ലാം അനീഷിനെ നിരന്തരം പുറകെ നടന്ന് ശല്യം ചെയ്യണം. ഇന്നത്തെ ടാസ്കും ഏകദേശം അതേപോലെ തന്നെയാണ്. കാരണം നമുക്കറിയാം, ആദിൽ അനീഷ് അവിടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനീഷ് വെള്ളം എന്തോ ആദിലയുടെ ദേഹത്ത് ഒഴിക്കുന്നത് കണ്ടു. ആദില 2-3 ആഴ്ചയായിട്ട് അനീഷിനെ നിരന്തരം ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലൈവിൽ നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, ഇന്ന് രാവിലെ ലൈവ് ഞാൻ കണ്ടപ്പം ബിഗ് ബോസ് വീണ്ടും എല്ലാവരെയും വിളിച്ച് വരുത്തിയതിന് ശേഷം നെവിന് ടാസ്കിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് തന്നെ നെവിനെ മാറ്റി. ഇപ്പം അവിടുത്തെ ഈ ജ്യൂസ് ഓണേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അനീഷ തന്നെയാണ്. അനീഷിനെ മാറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയും ആര്യനെയുമാണ്. ഇതിൽ ആര്യൻ മാംഗോ ജ്യൂസും ഷാനവാസ് ഓറഞ്ച് ജ്യൂസുമാണ്. അതുപോലെ ക്വാളിറ്റി കൺട്രോളായ ജിഷിനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം പുതിയ ക്വാളിറ്റി കൺട്രോളായി അവിടെ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തത് സാബു മോനെയാണ്. അപ്പം സാബു മോനും അനുമോളുമാണ് ഇന്നും ക്വാളിറ്റി കൺട്രോൾ. ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത് അനീഷിൻ്റെ ടീം തോൽക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു അജണ്ട വച്ചാണ് അവരവിടെ കളിക്കുന്നത്. മാത്രമല്ല, അക്ബറിന് ഈ കോയിൻസ് ഒന്നും കിട്ടാനും പാടില്ല. കാരണം അക്ബറിന് കിട്ടിയ നോമിനേഷൻ ഫ്രീ പവർ കിട്ടും. അത് കിട്ടാതിരിക്കാനും വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് അവിടെ കളിക്കുകയാണ്. കളിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് കുളമാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ വിട്ട് കളിക്കാതെ ഈ ടാസ്കുകളൊന്നും ഇവരെ കൊണ്ട് നല്ലോണം ചെയ്യാൻ സാധിക്കില്ല.
ഇതിൽ ഇന്നലെ അനുമോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അനുമോൾ സ്ട്രിക്റ്റ് ആയത് കൊണ്ടാണ് ഒരു ടാസ്ക് ഫസ്റ്റ് ദിവസം തന്നെ കുളമായത്. അനുമോൾ ഇത്തിരിയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. ഇതിപ്പം പ്രധാന വലിയ ഫാക്ടറി ഒന്നും അല്ലല്ലോ, പുറത്ത് നടക്കുന്ന ഒരു ഫാക്ടറി ഒന്നും അല്ല. ഇതെന്ന് പറയുന്നത് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫാക്ടറിയാണ്. ഇത് ഇത്രയും വലിയ ജഡ്ജ്മെൻറ്റിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ അടച്ച് വിടാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലത്തെ പ്രശ്നം തന്നെയാണ് ഇന്നും ലൈവിൽ നടക്കാൻ പോകുന്നത്. ഇന്നും അനീഷ് സംഭവങ്ങളെല്ലാം നശിപ്പിക്കുന്നുണ്ട്. പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ അത് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് ലൈവ് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ ലാലേട്ടൻ പറഞ്ഞ് മടുത്തു. എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരു കൂട്ടം കണ്ടസ്റ്റൻസാണ് ഇത്തവണ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ വീക്കെൻഡ് എന്താവും എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. ഒന്നാമത് ലാലേട്ടൻ ഇത്രയും വലിയ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണമെന്ന് പറയുമ്പം ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകളുമായി ഞാൻ വീണ്ടും വരും. എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ബൈ.